നിറച്ച വഴിപാട് ഞാഞ്ചേരോ പൊന്നമ്മന്റെ നിറച്ച വഴിപാട് വെള്ളിയാഴ്ച നേരം പുലർന്നാം നമ്മൾക്കൊണ്ടൊരു വേല വെള്ളിയാഴ്ച നേരം പുലർന്നാം നമ്മൾക്കൊണ്ടൊരു വേല ഞാഞ്ചേരോ പൊന്നമ്മന്റെ നിറച്ച വഴിപാട് ഞാഞ്ചേരോ പൊന്നമ്മന്റെ നിറച്ച വഴിപാട് ആയിരത്തൊന്ന് കുഞ്ഞിക്കുതിര കുഞ്ഞാഞ്ചീരമ്മയ്ക്ക് സുഹൃത്തുക്കളെ നമസ്കാരം. വിരാടം വിനോദമെന്നും മലപ്പുറത്താണ്. ഇവിടെ കോഴിക്കളിയാട്ടം എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട്. മലബാറിലെ ഒരു വലിയ ഉത്സവമാണ്. അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കോഴിക്കളിയാട്ടം എന്നോട് പറഞ്ഞ രണ്ട് സുഹൃത്തുക്കളുണ്ട്, മിസ്റ്റർ കരുണാകരനും ജയചേട്ടനും. ഇപ്പോൾ കരുണാകരനാണ് ഇതിനെക്കുറിച്ച് കുറച്ച് ഐഡിയ ഒക്കെ ഉള്ളത്. അദ്ദേഹം അതിനെക്കുറിച്ച് കുറച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. കോട്ടക്കൽ ടൗണാണ് കേട്ടോ. ഈ നിൽക്കുന്നതാണ് കരുണാകരൻ, ഇപ്പുറത്ത് നിൽക്കുന്നത് ജയചേട്ടൻ. ഈ കോഴിക്കളിയാട്ടത്തെക്കുറിച്ച് നമ്മൾ മിസ്റ്റർ വിനോദ് പറഞ്ഞ പോലെ അത്ര വലിയ ഐഡിയ ഇതൊന്നും അതിൻ്റെ ഐതിഹ്യങ്ങൾ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്, ചെറുപ്പം തൊട്ടേ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. എന്ന് വെച്ചാൽ മലബാറിലെ ഏറ്റവും അവസാനത്തെ ഉത്സവം എന്നാണ് പറയാം കോഴിക്കളിയാട്ടം. ഇത് എടവപ്പാതിക്കാണ് തുടങ്ങുന്നത്. ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ നടത്തിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദളിതർ ആണ് ഇത് ആഘോഷമായിട്ട് നടത്തുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം പൊയ്ക്കുതിരകളാണ്. ഈ പൊയ്ക്കുതിരകൾ വീട് വീടാന്തരം കയറി ഇറങ്ങി അനുഗ്രഹം ചൊരിഞ്ഞു, അതായത് അമ്മാഞ്ചേരിക്കാവിലമ്മ, അതാണ് കളിയാട്ടക്കാവ് പിന്നൂർ അമ്മാഞ്ചേരിക്കാവിലമ്മയുടെ അപദാനങ്ങൾ പാടിക്കൊണ്ട് ഇവർ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അതിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടാണ് ഈ അവസാനം 15ാമത്തെ ദിവസം എടവപ്പാതിക്ക്, അതായത് എടവപ്പാതിയിലെ ഇടവ മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച ആണ് ഇതിൻ്റെ ആഘോഷം ഇവിടെ നടക്കുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കാർഷിക സംസ്കൃതിയുടെ ഉത്സവമാണ്. കാർഷിക സംസ്കൃതി എന്ന് പറയുമ്പം നമുക്ക് എടവപ്പാതിയിൽ വർഷം തുടങ്ങുകയാണ്. ഈ വർഷം തുടങ്ങുന്ന സമയത്ത് ആവശ്യമായ എല്ലാവിധ വിത്തുകൾ, അതുപോലെ കാർഷിക വൃത്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കാർഷിക ഉപകരണങ്ങൾ, വലകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം അതാണ്, അതായത് അമ്മാഞ്ചേരിക്കാവിലമ്മ ഈ ഗ്രാമത്തിൻ്റെ ദേവതയാണ്, ഈ നാടിൻ്റെ ദേവതയാണ്. ഈ നാടിൻ്റെ കാർഷിക അഭിവൃദ്ധിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും പ്രവർത്തിക്കുന്ന ഈ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. കരുണാകരൻ പറഞ്ഞ അനേകം പൊയ്ക്കുതിരകളിൽ ഒരു പൊയ്ക്കുതിരയാണ് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മമ്പുറം കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. തൊട്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് NH ആണ്. ഈ താഴെ ഈ പ്രദേശം മുഴുവൻ ഇപ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്തേക്കാണ്. ഈ ജംഗ്ഷനിൽ നിന്നാണ്ട് 2 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ കളിയാട്ടക്കാവിലേക്ക്. മമ്പുറം വന്ന സ്ഥിതിക്ക് മമ്പുറത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മമ്പുറം മഖാമും കൂടെ കാണിച്ചു തരാം കേട്ടോ. അത് ഒരു കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിയാട്ടക്കാവും മമ്പുറം മഖാമും തമ്മിൽ നൂറ്റാണ്ടുകളുടെ ബന്ധമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഇത് തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ നല്ല തിരക്കുള്ള ഒരു സമയമാണ്. കാതടപ്പിക്കുന്ന ഡ്രമ്മുകളാണ് കേട്ടോ. ഈ ഡ്രമ്മുകൾ കൊട്ടിയും താളത്തിൽ കൊട്ടിയാണ് ഈ പൊയ്ക്കുതിരകളെ എഴുന്നള്ളിക്കുന്നത്. അതായത് ഓരോ ദേശത്തിനും പൊയ്ക്കുതിരകളുണ്ട്, ഓരോ സംഘടന പൊയ്ക്കുതിരകളുണ്ട്. ഏതാണ്ട് 30 അടി വരെ ഉയരമുള്ള പൊയ്ക്കുതിരകളുണ്ട്. ഈ പൊയ്ക്കുതിരകൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഇളം തെങ്ങോല കൊണ്ടും അതുപോലെ തന്നെ മുളകൾ കൊണ്ടുമൊക്കെയാണ്. പല വേഷവിധാനങ്ങളിലാണ് ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നത് കേട്ടോ. റോഡ് നിറയെ ജനമാണ്. നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് പുറത്ത് നടക്കാം. കൂടെ ഈ കളിയാട്ടക്കാവിൻ്റെ ചരിത്രവും പറയാം. ഇത് കണ്ടോ, ഏതാണ്ട് 30 അടി പൊക്കമുള്ള പൊയ്ക്കുതിരയാണ്. ഇതിനെ ഇനി നിവർത്തിയാണ് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇവിടുന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ ഉണ്ട് കളിയാട്ടക്കാവിലേക്ക്, അതായത് അമ്മഞ്ചേരി അമ്മ കാവിലേക്ക്. സൈഡിലൊക്കെ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, ഏറ്റവും അവസാനത്തെ ദിവസമാണ്. അതുകൊണ്ട് ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ കച്ചവടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് 18 ദിവസം 20 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. അപ്പോൾ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ നാടൻ പണിയായുധങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും.
ചെറുതും വലുതുമായ അനേകം പൊയ്ക്കുതിരകളുണ്ട്. ഇത് ഏതാണ്ട് രാത്രി വരെ നീണ്ടു നിൽക്കും. ഈ പൊയ്ക്കുതിരകളെ അവസാനം ഈ കാവിൽ ഉടക്കിയാണ് ചെയ്യുന്നത്. പണ്ടത് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇപ്പോൾ കത്തിക്കുകയല്ലാന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും നമുക്ക് കാഴ്ചകൾ കണ്ടു നോക്കാം. മലബാറിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഉത്സവമായിട്ടാണ് ഇത് പറയപ്പെടുന്നത് കേട്ടോ. ഊഴിയിട്ടാൽ താഴില്ലാത്ത പോലെയുള്ള ജനമാണ്. ഭഗവതിയുടെ പടമേന്തിയ ഒരു പൊയ്ക്കുതിര, അതുപോലെ 2 കുഞ്ഞുമക്കൾ കുതിരകളുമൊക്കെ ആയിട്ട് നോക്കൂ, എന്ത് തിരക്കാണെന്ന് നോക്കൂ ഇതിൽ. ഏതാണ്ട് കാവിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയതുപോലെ പച്ചപ്പ് നമുക്കിവിടെ കാണാം. പക്ഷെ ഒന്നും ആയിട്ടില്ല. നമ്മൾ ഏതാണ്ട് 1 കിലോമീറ്ററോളമൊക്കെ പോന്നിട്ടുള്ളൂ. ഇവിടെ ഒരു തറയുണ്ട് കേട്ടോ. ഇതിന് വലം വെച്ചിട്ടാണ് ഈ പൊയ്ക്കുതിരകൾ പോകുന്നത്. രസകരമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ ജെൻസിയാണ് ഏറ്റവും കൂടുതൽ ആവേശത്തിലൂടെ നിൽക്കുന്നത്. അതൊരു ഭയങ്കര രസമായിട്ടുള്ള അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കുരുത്തോലയും മുളയും കൊണ്ടാണ് ഈ പൊയ്ക്കുതിരകളെ ഉണ്ടാക്കുന്നത്. തിരക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ?
വളരെ കഷ്ടപ്പെട്ടാണ് ഈ തിരക്കിലൂടെ നമ്മൾ നീങ്ങിയത് കേട്ടോ. പലയിടത്തും ബ്ലോക്കാവും, ചിലയിടത്ത് ഇതുപോലെ ലൂസായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് കാളിക്കണ്ടം എന്ന് പറയുന്ന പ്രദേശമാണ്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ കാവിലേക്ക്. അപ്പോഴാണ് ഒരു സുഹൃത്തിനെ കിട്ടിയത് കേട്ടോ. പുള്ളി ഒരു നാടൻ പാട്ടൊക്കെ പാടി തന്നെ. വെള്ളിയാടിച്ച നരം പുലർന്നാം നമ്മൾക്കൊണ്ടൊരു വേല, വെള്ളിയാടിച്ച നരം പുലർന്നാം നമ്മൾക്കൊണ്ടൊരു വേല, ഞാഞ്ചേരോ പൊന്നമ്മന്റെ നിറച്ച വഴിപാട്, ഞാഞ്ചേരോ പൊന്നമ്മന്റെ നിറച്ച വഴിപാട്, ആയിരത്തൊമ്പേ കുഞ്ഞു കുതിര കുഞ്ഞാഞ്ചീരമ്മയ്ക്ക് ബിനീഷ് എന്നാണ് ആ ചങ്ങാതിയുടെ പേര്. എവിടുത്തുകാരനാണെന്ന് പോലും അറിയില്ല കേട്ടോ. അതുകാരൻ തന്നെ ആയിരിക്കണം. ഈ തിരക്കിനിടയിൽ ആൾക്കാർക്ക് വയ്യാതെയാകുമ്പോൾ ഇതുപോലെ ആംബുലൻസുകൾ പാഞ്ഞു പോകുന്നതും കാണാൻ കേട്ടോ. നമുക്കിവിടെ ഒരു കുതിരയെ ഉയർത്താനുള്ള ശ്രമമാണ്. നോക്കൂ, ഇതിന് ഏതാണ്ട് 10-30 അടി ഉയരം കാണുമെന്ന് തോന്നുന്നു. നമുക്ക് എത്ര കുട്ടികൾ ചേർത്തിട്ടാണ് അത് ഉയർത്തുന്നത്. ഉണക്ക മത്സ്യത്തിൻ്റെ കച്ചവടം ഇവിടെ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു കേട്ടോ. ക്ഷേത്രത്തിനടുത്തും അവിടെ ഇവിടെ എല്ലാം നമുക്ക് ഈ ഉണക്ക മത്സ്യത്തിൻ്റെ കച്ചവടം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ചരിത്രം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യണം, കമൻ്റായിട്ട് ഷെയർ ചെയ്യണേ, മറ്റുള്ളവർക്കും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ കാവിലേക്ക് എത്താറായി കേട്ടോ. ഇവിടെ ഒരു ആൽമരമുണ്ട്. ഈ ആൽമരത്തിനെ ചുറ്റിയിട്ടാണ് പൊയ്ക്കുതിരകളെ വീണ്ടും കാവിലേക്ക് എത്തിക്കുന്നത്. ഇത് കാവിൻ്റെ മുമ്പിലുള്ള വയലാണ് കേട്ടോ. ഈ വയലിൻ്റെ എല്ലാ സൈഡിലൂടെയും ഇതുപോലെ പൊയ്ക്കുതിരകൾ വരും, പല ദേശത്തു നിന്നും വരും. അപ്പോൾ നമുക്ക് കാവിലേക്ക് പോവാം കേട്ടോ. അമ്മഞ്ചേരി അമ്മ എന്നാണ് കേട്ടോ ഈ ഭഗവതിയെ വിളിക്കുന്നത്. ഈ നാട്ടിലെ കാർഷിക വിളകളുടെ ദേവതയായിട്ട്, കർഷകരുടെ ദേവതയായിട്ട്, ദേശദേവതയായിട്ട് കരുതപ്പെടുന്ന ആളാണ് അമ്മഞ്ചേരി അമ്മ. ഇപ്പോൾ ഇടവമാസത്തിലെ വെള്ളിയാഴ്ച, ആദ്യ വെള്ളിയാഴ്ച ഇവിടെ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം ദേവിക്ക് സമർപ്പിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായിട്ടാണ് സങ്കല്പം. അമ്മഞ്ചേരി അമ്മയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് കേട്ടോ. പരദേശത്തു നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭഗവതി ഈ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അമ്മഞ്ചേരി എന്ന് പറയുന്നൊരു തറവാട്ടിലാണ് അവർ എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ തറവാട്ടിലുണ്ടായിരുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും ആളെ മനസ്സിലായി, ഭഗവതിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഭഗവതിക്ക് ഇരിക്കാനായിട്ടൊരു കുടി, അതായത് ഒരു വീട് വെക്കാനുള്ള സ്ഥലം അവർ അവരുടെ പറമ്പിൽ നൽകി. ആ സ്ഥലമാണ് ഇന്നത്തെ അമ്മഞ്ചേരി കാവ് അല്ലെങ്കിൽ കളിയാട്ടക്കാവ് എന്നും അറിയപ്പെടുന്നത്. അവിടുത്തെ ഭഗവതിയാണ് അമ്മഞ്ചേരി അമ്മയായിട്ട്, ഈ നാട്ടുകാരുടെ ദേവതയായിട്ട് മാറിയത് എന്നാണ് ഐതിഹ്യം. അപ്പം നമ്മൾ കാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
കണ്ടാലറിയാം അവിടെ നല്ല പച്ചപ്പും ഒക്കെ ഉണ്ട്. ഇതാണ് അമ്മഞ്ചേരി അമ്മ ഇരിക്കുന്ന സ്ഥലം, അതായത് കളിയാട്ടക്കാവ് ദേവീക്ഷേത്രം. വലിയ ശ്രീകോവിലോ വലിയ ആഡംബരങ്ങളോ ഒന്നുമില്ല കേട്ടോ. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണ്, ഒരു കാവ് പോലെയാണ് ഈ ക്ഷേത്രം കാണപ്പെടുന്നത്. ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെ നമുക്ക് വലിയൊരു പാല, ഏഴിലം പാല നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ കളിയാട്ടക്കാവിന് കോഴിക്കളിയാട്ടമെന്നും ഒരു പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സമർപ്പിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ കോഴിയെ ദേവിക്ക് സമർപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. ആ സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഇവിടെ വരുന്ന ഈ പൊയ്ക്കുതിരകളൊക്കെ ഇതുപോലെ ക്ഷേത്രത്തിന് വലം വെച്ചിട്ടാണ്, നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്താണ് നിൽക്കുന്നത് കേട്ടോ. മുമ്പിലേക്ക് പോവാം. ക്ഷേത്രത്തിന് വലം വെച്ചിട്ടാണ് ഇവിടെ ഈ പൊയ്ക്കുതിരകളെ ഇവർ തകർക്കുന്നത്. ദൂരെ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം, ക്ഷേത്ര ഗോപുരം. പിന്നെ ഇതുപോലെ ചെറിയ നിർമ്മിതികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ നിൽക്കുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഏഴിലം പാല, വലിയൊരു പാലയുണ്ട്. ആ പാലയുടെ തൊട്ട് താഴെയാണ് ക്ഷേത്രത്തിൻ്റെ ചെറിയ ശ്രീകോവിൽ. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇതിൻ്റെ ആചാരങ്ങളെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ ഐതിഹ്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ 12ാം സുദിനം ഇന്ന് കോഴിക്കളിയാട്ട മഹോത്സവം കൊണ്ടാടുകയാണ്. 10,000-കണക്കിന് വരുന്ന ഭക്തജനങ്ങളാണ് നാടൻ കലാരൂപങ്ങൾ ഒക്കെ ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഓരോ ദേശക്കാരാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത് കേട്ടോ. ഭക്തജനങ്ങളെ, നമ്മുടെ ക്ഷേത്ര മതിൽക്കെട്ട് അവിടെ ഇരിക്കാൻ പാടില്ല നമ്മളൊന്നും. അതുകൊണ്ട് ആ ഇരിക്കുന്നവരൊക്കെ ദയവ് ചെയ്ത് ഒന്ന് മാറിക്കൊടുക്കണം. പൊയ്ക്കുതിര സംഘങ്ങൾ എത്തിച്ചേരാറുണ്ട്. അവരൊക്കെ പാടത്തും അതുപോലെ തന്നെ പയ്യാമുളങ്ങര ആ ഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവരും കടന്നു വരണം. ഇപ്പോൾ ക്ഷേത്ര തിരുമുറ്റത്ത് അല്പമൊന്ന് ശാന്തമായിട്ടുണ്ട്. എല്ലാ പൊയ്ക്കുതിര സംഘങ്ങളും കടന്നു വരണം. ആ പയ്യാമുളങ്ങര ഭാഗത്ത് അതുപോലെ വയൽ ഭാഗത്തൊക്കെ നിൽക്കുന്നവര് പൊയ്ക്കുതിര സംഘങ്ങൾ മുന്നോട്ട് നീങ്ങി വരണം. നമ്മുടെ വളണ്ടിയേഴ്സ് അതുപോലെ തന്നെ ഇവിടെയാണ് കോഴിവെട്ട് നടക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഇതിന് കോഴിക്കളിയാട്ടമെന്നും ഒരു പേരുണ്ടേ. പൊയ്ക്കുതിര സംഘങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇതാ ഒരു പൊയ്ക്കുതിര ദേവിയുടെ മുമ്പിൽ, ഭഗവതിയുടെ മുമ്പിൽ ആർത്ത് ഉള്ളുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ
ഈ കാഴ്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് പതിയെ തിരക്ക് ആകുന്നതിന് മുമ്പ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. കാരണം കളിയാട്ടം കഴിഞ്ഞാൽ ചെളിയാട്ടമാണെന്നൊരു ചൊല്ലുണ്ട് ഇവിടെ. കാരണം ഒരു മഴ പെയ്യും, മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ ചെളിയാകുന്ന ഒരവസ്ഥയുണ്ട്. അതിനു മുമ്പേ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമുക്കിത് ഈ വയലിൽ കൂടെ ഇവിടെയെല്ലാം വാഴയാണ്. ഈ വാഴക്കിടയിലൂടെ നിരനിരയായിട്ട് പല നിറങ്ങളിൽ വേഷങ്ങൾ ധരിച്ച പൊയ്ക്കുതിര സംഘങ്ങൾ പോകുന്നത് കാണാം. ആൾക്കാരെല്ലാവരും വളരെയധികം ആവേശ തിമിർപ്പിലാണ് കേട്ടോ. പലതരം ഭക്ഷണ പാനീയ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. നോൺ വെജ് ധാരാളമായിട്ട് കിട്ടും. ഉണക്കമത്സ്യം ഇവിടുത്തെ ഒരു പ്രത്യേക ആകർഷക വസ്തുവാണെന്ന് തോന്നുന്നു. അത് ഇവിടെ ധാരാളം വിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വയലിലെല്ലാം ഈ വയൽ രാത്രിയോടുകൂടി ഈ വയൽ നിറയെ ജനങ്ങളായി മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. വയലിൻ്റെ അങ്ങേയറ്റത്തു നിന്നൊക്കെ ഇപ്പോഴും പല പ്രദേശത്തു നിന്നുമുള്ള പൊയ്ക്കുതിരകൾ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ പതിയെ മെയിൻ റോഡിനെ ലക്ഷ്യമാക്കി പോന്നുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൊയ്ക്കുതിരകളുടെ വരവിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. നമ്മൾ യാത്ര തുടങ്ങി അതേ ജംഗ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെയാണ് റോഡ് സൈഡിലെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പണ്ടിതൊരു വലിയ കാർഷിക മേഖലയോ കാർഷിക മേളയോ നടന്നിരുന്ന സ്ഥലമായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. മലബാറിലെ ക്ഷേത്രോത്സവങ്ങളിലെ അവസാന ഭാഗമായിട്ടുള്ള കോഴിക്കളിയാട്ടം അല്ലെങ്കിൽ കളിയാട്ടപൂരം അല്ലെങ്കിൽ അമ്മച്ചേരി അമ്മയുടെ മുമ്പിലുള്ള കളിയാട്ട മഹോത്സവം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.